മത്തായി സാർ കോഴിത്തീറ്റയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭം രണ്ടും ഫലത്തിലൊന്നു തന്നെ. സാർ, എന്നെ രക്ഷിക്കണം. ഈ വിഷയത്തിനെ കുറിച്ച് 1 മാസം മുമ്പ് വിളിച്ച് സംസാരിച്ച ഒരാളാണ്. അന്ന് ഞാൻ ഹനാൻ ഷാനോട് പറയുന്നുണ്ട്, ഹനാനെ ഇതിനകത്ത് ഈ കുടുങ്ങും. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. മീറ്റ് ഹനാൻ ഷാ, അബ്ദുൽ ഹക്കീം ആൻഡ് ഷരീഫ് മുഹമ്മദ്. താൻ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ധൈര്യമായിട്ടിരിക്കേ. പുലിവാല് പിടിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. Video is not a defamation. This video talks about serious allegations. അത് എടുക്കില്ലല്ലോ. പക്ഷെ മാഷെ, കരടിയെ പേടിച്ച് പുലിമല ചെന്ന് കയറിയ പോലെ ആവരുത്. ഇവറ്റകളൊക്കെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാ. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ, പൊയ്ക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു, ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛന് അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. ഇനിയാണ് കഥയിലെ വഴിത്തിരിവ് അഥവാ ട്വിസ്റ്റ്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. സാർ, എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്നും തൊട്ടിട്ട് പോലും ഇല്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ച് അധികമല്ലേ? ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീമിന് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തില് എഴുതി തന്ന നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇനിയൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്ന പൈസ വാങ്ങിക്കത്തില്ല. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ. കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. ഈ പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. മോഡലാക്കാൻ പറ്റിയ ആളാണല്ലേ ഈ ഉഡായിപ്പിന്റെ. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഒരു കുരിശ് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്ന് വിചാരിക്കുമ്പോ വന്നിരിക്കുന്നു വേറൊരു കുരിശ്. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണ ബോംബ് വീണവനായിപ്പോയി ഞാൻ. ഹനാനെ ഇതിനകത്ത് ഈ കുടുങ്ങും. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂത്ത് കഴിത്ത പോലെയായി.